Hello and welcome back to another video on daily use ചെറിയ sentences. സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം പല രീതിയിലും പറയാവുന്നതാണ്. അതിനാൽ ഈ സെന്റൻസുകളും യൂസേജുകളും നല്ലവണ്ണം മനസ്സിലാക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നീ അവനോട് പറഞ്ഞോ? നീ അവനോട് പറഞ്ഞോ? Did you tell him? Did you tell him? നീ അവനോട് പറഞ്ഞിട്ടുണ്ടോ? നീ അവനോട് പറഞ്ഞിട്ടുണ്ടോ? Have you told him? Have you told him? Tell എന്ന വാക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ് told. അപ്പോൾ നീ അവനോട് പറഞ്ഞായിരുന്നു അല്ലെങ്കിൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടോ എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. Have you told him? ആരാണ് അവനോട് പറഞ്ഞത്? ആരാണ് അവനോട് പറഞ്ഞത്? Who told him? Who told him? നീയാണോ അവനോട് പറഞ്ഞത്? നീയാണോ അവനോട് പറഞ്ഞത്? Are you the one who told him? Are you the one who told him? Are you the one എന്ന് പറഞ്ഞാൽ നീ ആണോ ആ വ്യക്തി? Who told him? അവനോട് പറഞ്ഞത്. അവനോട് പറഞ്ഞതാണോ? അവനോട് പറഞ്ഞതാണോ? Has he been told? അതായത് നേരത്തെ തന്നെ അവനോട് പറഞ്ഞതാണോ ഈ കാര്യം? അവനോട് പറഞ്ഞതാണോ? Has he been told? നീ എന്തിനാ അവനോട് പറഞ്ഞത്? നീ എന്തിനാ അവനോട് പറഞ്ഞത്? Why did you tell him? Why did you tell him? നീ എന്തുകൊണ്ട് അവനോട് പറഞ്ഞില്ല? നീ എന്തുകൊണ്ട് അവനോട് പറഞ്ഞില്ല? Why didn't you tell him? Why didn't you tell him? Didn't എന്ന് പറഞ്ഞാൽ did not എന്നതിന്റെ ഷോർട്ട് ഫോം. സോ why did you not tell him എന്നും പറയാം, അല്ലെങ്കിൽ why didn't you tell him? അവനോട് പറയേണ്ടതാണ്. അവനോട് പറയേണ്ടതാണ്. He should be told. He should be told. അവനോട് പറയേണ്ടതായിരുന്നു. അവനോട് പറയേണ്ടതായിരുന്നു. He should have been told. നേരത്തെ നമ്മൾ he should be told പറയേണ്ടതാണ്. ഇവിടെ പറയേണ്ടതായിരുന്നു. He should have been told. നിനക്ക് അവനോട് പറയാമായിരുന്നു. നിനക്ക് അവനോട് പറയാമായിരുന്നു. You could have told him. You could have told him. ഞാൻ എന്തിന് അവനോട് പറയണം? ഞാൻ എന്തിന് അവനോട് പറയണം? Why should I tell him? Why should I tell him? അവനോട് എന്തിന് പറയണം? അവനോട് എന്തിന് പറയണം? Why should he be told? Why should he be told? അവനോട് എന്തിന് ഈ കാര്യം പറയണം എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. Why should he be told? അവനോട് പറയുന്നത് എന്തിനാണ്? അവനോട് പറയുന്നത് എന്തിനാണ്? Why is he being told? അതായത് ഈ കാര്യം അവനോട് എന്തിനാണ് പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. അവനോട് പറയാൻ പാടില്ല. അവനോട് പറയാൻ പാടില്ല. He shouldn't be told. He shouldn't, അതായത് he should not be told. അവനോട് പറയുന്നതിൽ പ്രയോജനമൊന്നുമില്ല. അവനോട് പറയുന്നതിൽ പ്രയോജനമൊന്നുമില്ല. There is no use telling him. There is no use telling him. അവനോട് പറയുന്നതിൽ ഒരു കാര്യവുമില്ല. ഇതിന്റെ ഒരു വേരിയേഷൻ ആണ്. നേരത്തെ പ്രയോജനമില്ല എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ പറയുന്നത് അവനോട് പറയുന്നതിൽ ഒരു കാര്യവും ഇല്ല. There is no point in telling him. There is no point in telling him. അവനോട് പറയുന്നത് വലിയൊരു തെറ്റാകും. അവനോട് പറയുന്നത് വലിയൊരു തെറ്റാകും. Telling him would be a big mistake. Telling him, അവനോട് പറയുന്നത് would be a big mistake. Big mistake, തെറ്റാകും. Would be a big mistake. അവനോട് പറയാതിരിക്കുന്നത് വലിയ തെറ്റാകും. അവനോട് പറയാതിരിക്കുന്നത് വലിയ തെറ്റാകും. Not telling him would be a big mistake. Not telling him, അവനോട് പറയാതിരിക്കുന്നത് would be a big mistake. Would be a big mistake. അതായത് ഫ്യൂച്ചറിൽ അതൊരു വലിയ തെറ്റാകും എന്നാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഈ ടെൽ, ടോൾഡ്, ടെല്ലിംഗ് എന്നീ വാക്കുകളുടെ ആ യൂസേജ് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ലെസൺ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.